പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് വണ്ടി കാണിക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോകുന്ന ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു രജിസ്ട്രേഷൻ ശേഷം അതായത് നമ്പർ പ്ലേറ്റ് കിട്ടിയതിന് ശേഷമാണ് ഷോറൂമിൽ നിന്ന് വണ്ടി കാര്യങ്ങളൊക്കെ ഡെലിവറി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് എല്ലാ വണ്ടികൾക്കും നിർബന്ധമാണ്. ആ ഒരു നമ്പർ പ്ലേറ്റാണിത്. എന്നാൽ ഈ ഒരു നമ്പർ പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് പണ്ട് ഈ ഒരു HSRP ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് അത് അത്ര നിർബന്ധം ഉണ്ടായിരുന്നില്ല. നമുക്ക് പുറമേ നിന്നൊക്കെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്പർ കിട്ടിയതിന് ശേഷം. എന്നാൽ ഇത് രണ്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് പ്രൊസീജിയർ വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി HSRP ഉള്ള വണ്ടിയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺ കാര്യങ്ങളൊക്കെ വേണം. അതായത് ഈ ഒരു നമ്പർ പ്ലേറ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് കാര്യങ്ങളൊക്കെ കൺഫേം ആയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഇൻ കേസ് ഡാമേജ് ആയി നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ബൈ മിസ്റ്റേക്കിൽ നിങ്ങളെടുത്ത് മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ അത് ഊരി വീണ് പോവുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ റീസൺ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ എന്താണ് ആ ഫയലും ലെറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു HSRP കിട്ടത്തുള്ളൂ. എന്നാൽ അതിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇതിന് സെപ്പറേറ്റ് അങ്ങനെ പ്രൊസീജിയറൊന്നുമില്ല. നോർമൽ നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ ഇത് HSRPയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു പ്രൊസീജിയറുള്ള നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ RC ഓണറുടെ RC ബുക്കും അതുപോലെ തന്നെ RC ഓണറുടെ ആധാർ കാർഡ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡീലർഷിപ്പിൽ ഇപ്പോൾ ഫോക്സ്വാൻ്റെ ആണെങ്കിൽ ഫോക്സ്വാൻ്റെ ഡീലർഷിപ്പിൽ നിയറസ്റ്റ് ഡീലർഷിപ്പിൽ കോൺടാക്ട് ചെയ്യുക. ജില്ലയല്ല നമ്മുടെ സംസ്ഥാനം മാറുന്നതിനനുസരിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് നിങ്ങളിപ്പോൾ കേരളത്തിലൊരു വണ്ടി വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് ഇപ്പോൾ നമ്മൾ കേരള രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കേരളത്തിൽ നമ്മുടെ RTOയിലും കാര്യത്തിലൊക്കെ സമീപിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഡാമേജ് പറ്റിക്കഴിഞ്ഞാലുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പറഞ്ഞ ആ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 500 + 500 അതായത് രണ്ടും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ ഫ്രണ്ട് മുമ്പും മാറ്റും. എന്നാൽ ഈ ഒരു HSRP നമ്പർ പ്ലേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയറിൽ മാത്രമാണ് ഡാമേജ് എങ്കിൽ നിങ്ങൾക്ക് റിയർ മാത്രമായിട്ട് മാറ്റാൻ പറ്റും. എന്നാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നിങ്ങൾ മാറ്റില്ല. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് 1000 രൂപയാണ് ചാർജസ് ആകുക. ഇതിന് വേറെ ഡോക്യുമെൻറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതായത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഡാമേജ് ആയി പ്രൂഫോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈവൻ ഞാൻ വേറൊരു സീനാരിയും കൂടി പറഞ്ഞു. അതായത് നമ്പർ പ്ലേറ്റ് ചെറിയ രീതിയിൽ മയഞ്ഞു പോവുക അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് എന്താ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഡാമേജ് ഈ സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാമേജ് കാണിക്കാനായിട്ട് രണ്ട് നമ്പർ പ്ലേറ്റ് അത് രണ്ടെണ്ണമല്ല ഈവൻ റിയർ മാത്രമാണെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് ഫുള്ളായിട്ട് കഴിച്ചതിന് ശേഷം കറക്റ്റ് മിഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ RTO സൈറ്റിൽ അതായത് പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അപ്രൂവ് ചെയ്താലാണ് പുതിയൊരു HSRP നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്യണമെന്നല്ല, നിങ്ങൾ ഡീലർഷിപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാ ഷോർട്ട് വീഡിയോയിലും എല്ലാ കാര്യങ്ങളും കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫോക്സ്വാൻ കണ്ണൂരിലാണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ ഡീലർഷിപ്പിലും അതായത് ഫോക്സ്വാൻ്റെ എന്നില്ല എല്ലാ ഡീലർഷിപ്പിലും പ്രൊസീജിയർ സെയിം ആണ്. സ്റ്റേറ്റ് വൈസ് മാറുമ്പോഴാണ് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നത്.